ഹലോ ഡിയേഴ്സ്, സ്വാതന്ത്ര്യദിന ക്വിസിലെ സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ.എം. പണിക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര്? പ്രീതി ലത വഢേദാർ. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടെ വാക്കുകൾ? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രമേത്? അൽ ഹിലാൽ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? 1931 മാർച്ച് 23. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഗാന്ധിജി. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഏത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു? ലാഹോർ ഗൂഢാലോചന കേസ്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെയായിരുന്നു? കോഴിക്കോട് കാപ്പാട് തീരത്ത്. ഇന്ത്യ മീൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാരേ ജഹാം സെ അച്ഛാ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇഖ്ബാൽ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര്? നിരഞ്ജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം? ബദറുദ്ദീൻ ത്യാബ്ജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് ഏത് പേരിൽ? കോമൺവെൽത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത്? 1885 ഡിസംബർ 25. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ വനിത ആര്? ആനി ബെസന്റ്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത്? പ്ലാസ യുദ്ധം 1757. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ബോംബെ, ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ടിൽ. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? തിരൂർ ടു താനൂർ. വാഗൺ ട്രാജഡി നടന്ന വർഷം എന്ന്? 1921 നവംബർ 10. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ക്യാനിങ് പ്രഭു. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ ദേശായി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് രേഖ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇർവിൻ പ്രഭു. മംഗൽ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏത്? മംഗൽ പാണ്ഡെ ദ റൈസിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസ്.
മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷമേത്? 1923. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ആര്? നെല്ലി സെൻഗുപ്ത. പ്രസിഡന്റായ ഒന്നാമത്തെ വിദേശി വനിത ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആദ്യ ഇന്ത്യക്കാരി ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആര്? ഹെർബർട്ട് ബേക്കർ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡൽഹൌസി പ്രഭു. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആര്? വില്യം ബെനഡിക്ട് പ്രഭു. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി.